നമ്മുടെ ശരീരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളിൽ പലപ്പോഴും നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന ഒന്നാണ് താരൻ. എന്നാൽ കറുത്ത വസ്ത്രങ്ങളിൽ വെളുത്ത പൊടി പോലെ പറ്റിപ്പിടിക്കുന്ന താരൻ പലർക്കും ആത്മവിശ്വാസം കുറയ്ക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. ശുചിത്വമില്ലാത്തത് കൊണ്ടാണ് താരൻ ഉണ്ടാകുന്നത് എന്ന തെറ്റായ ധാരണ പലർക്കുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ താരൻ എന്നത് ശുചിത്വവുമായി മാത്രം ബന്ധപ്പെട്ട ഒന്നല്ലെന്ന് ഡെർമറ്റോളജിസ്റ്റുകൾ വ്യക്തമാക്കുന്നു. എത്രയൊക്കെ ചികിത്സിച്ചാലും താരൻ വിട്ടുമാറാത്തതിന്റെ പ്രധാന കാരണങ്ങളെക്കുറിച്ചും അത് പരിഹരിക്കാനുള്ള വഴികളെക്കുറിച്ചും അറിയാം. താരൻ അകറ്റാനായി നമ്മൾ ഉപയോഗിക്കുന്ന ആന്റി ഡാൻഡ്രഫ് ഷാമ്പുകളുടെ ഉപയോഗത്തിൽ വരുത്തുന്ന പിഴവുകളാണ് പലപ്പോഴും തിരിച്ചടിയാകുന്നത്. ഷാമ്പു തലയിൽ തേച്ച ഉടൻ തന്നെ കഴുകിക്കളയുന്ന ശീലമാണ് മിക്കവർക്കുമുള്ളത്. എന്നാൽ ഇത്തരം ഷാമ്പുകളിലെ ഔഷധ ഗുണങ്ങൾ തലയോട്ടിയിൽ പ്രവർത്തിക്കാൻ നിശ്ചിത സമയം ആവശ്യമാണ്. കുറഞ്ഞത് 4 മുതൽ 5 മിനിറ്റ് വരെ ഷാമ്പു തലയിൽ നിർത്തിയ ശേഷം മാത്രം കഴുകിക്കളയുകയാണെങ്കിൽ മാത്രമേ താരന് കാരണമാകുന്ന ഫംഗസിനെ നശിപ്പിക്കാനും തലയോട്ടിയിലെ ചൊറിച്ചിൽ കുറയ്ക്കാനും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ താരൻ അല്പം കുറയുമ്പോൾ തന്നെ ചികിത്സ പാതി വഴിയിൽ നിർത്തുന്നതും പ്രശ്നം വീണ്ടും വഷളാക്കാൻ കാരണമാകും. രോഗം പൂർണ്ണമായും ഭേദമാകുന്നതുവരെ കൃത്യമായ പരിചരണം തുടരേണ്ടത് അത്യാവശ്യമാണ്. തലയിൽ എണ്ണ തേക്കുന്ന കാര്യത്തിലും ശരിയായ രീതികൾ പിന്തുടരേണ്ടതുണ്ട്. രാത്രി മുഴുവൻ തലയിൽ എണ്ണ തേച്ചു പിടിപ്പിക്കുന്നത് പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. എണ്ണ തലയോട്ടിയിൽ അമിതമായി ഇരിക്കുന്നത് പൊടിപടലങ്ങൾ അടിയുന്നതിനും അതുവഴി ഫംഗസ് വളരുന്നതിനും കാരണമാകുന്നു. ഇത് താരൻ വർദ്ധിപ്പിക്കുകയും തലയോട്ടിയിൽ കട്ടിയുള്ള പാളികൾ ഉണ്ടാക്കുകയും ചെയ്യും. അതിനാൽ കുളിക്കുന്നതിന് 2 മുതൽ 3 മണിക്കൂർ മുമ്പ് മാത്രം എണ്ണ തേക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇതിനു പുറമെ രാസവസ്തുക്കൾ അടങ്ങിയ സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങളുടെ അമിതമായ ഉപയോഗവും തലയോട്ടിയിലെ സ്വാഭാവിക സന്തുലിതാവസ്ഥയെ തകർക്കുകയും താരനുണ്ടാകാൻ സാഹചര്യമൊരുക്കുകയും ചെയ്യുന്നു. ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും താരൻ വിട്ടുമാറുന്നില്ലെങ്കിൽ അത് വെറുമൊരു സാധാരണ താരൻ ആയിരിക്കില്ല. സെബോറിക് ഡെർമറ്റൈറ്റിസ്, എക്സിമ അല്ലെങ്കിൽ സോറിയാസിസ് തുടങ്ങിയ ചർമ്മരോഗങ്ങളുടെ ലക്ഷണമാകാം. കഠിനമായ ചൊറിച്ചിലോ തലയോട്ടിയിൽ നിറം മാറ്റമോ ഉണ്ടെങ്കിൽ കേവലം ഷാമ്പുകളെ മാത്രം ആശ്രയിക്കാതെ ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്. സാധാരണ ആന്റി ഡാൻഡ്രഫ് ഷാമ്പുകൾ കൊണ്ട് ഇത്തരം അവസ്ഥകളെ ഭേദമാക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ കൃത്യമായ വൈദ്യപരിശോധന അനിവാര്യമാണ്. ചുരുക്കത്തിൽ താരൻ എന്നത് ഒരു കേവല സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, അത് നമ്മുടെ തലയോട്ടിയുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നത് കൂടിയാണ്. ശരിയായ രീതിയിലുള്ള എണ്ണ ഉപയോഗം, ഷാമ്പു ഉപയോഗിക്കുമ്പോൾ നൽകേണ്ട സമയം, ചികിത്സയിലെ കൃത്യനിഷ്ഠ എന്നിവ പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ താരനെ അകറ്റി നിർത്താം. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഒരു ചർമ്മരോഗ വിദഗ്ധനെ സമീപിക്കുന്നത് വഴി തലയോട്ടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനും താരനിൽ നിന്ന് ശാശ്വതമായി മുക്തി നേടാനും സാധിക്കും.